എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കാർഡാണ്. എങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ 3 പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏത് കളർ ആയാലും വേണ്ടില്ല. എൻ്റെ കയ്യിലുള്ള കളറൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നൊരു സ്കെച്ച് പെന്ന്, പിന്നൊരു ഗ്ലൂ സ്റ്റിക്ക്, പിന്നൊരു കത്രിക. ഇത്രയും മതി നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷൈനിങ് ആയിട്ടുള്ള പേപ്പറിനകത്ത് നിന്ന് നമുക്ക് ലവ് ഷേപ്പിലുള്ള കുറെ കട്ട് ചെയ്തെടുക്കാം. ചെറിയതും വലുതും ഒക്കെ ആയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ഓരോ സൈസിലുള്ളതൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ സൈസിലുള്ള 2 എണ്ണം വേണം കേട്ടോ. ഇത് നമുക്ക് 2 കൂടി സ്റ്റിക്ക് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഈ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു 1 സെന്റിമീറ്റർ വീതിയിൽ 8 സെന്റിമീറ്റർ നീളത്തിൽ നമുക്കൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് ഈ 2 ലവും കൂടി ഒരുമിച്ച് ഒട്ടിക്കുക. അതിനിടയിൽ ഇത് വെക്കണം. മാറ്റി വെക്കാം. ഏത് കളറിലാണോ നമ്മൾ കാർഡ് ഉണ്ടാക്കുന്നത് ആ കളറിലുള്ള കാർഡിൽ 20x8 സൈസിലുള്ള ഒരു പേപ്പറും 11x8 സൈസിലുള്ള ഒരു പേപ്പറും കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ 2 എണ്ണം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ പേപ്പർ എടുത്തു. ചെറിയ പേപ്പർ എടുത്തിട്ട് ഇവിടെ ഒരു 1 സെന്റിമീറ്ററിൽ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 1 സെന്റിമീറ്ററിലും ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മടക്കണം. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. ആ ഹോളിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലവ് ഷേപ്പിൻ്റെ വലുപ്പത്തിൽ വേണം ഈ ഹോൾ ഉണ്ടാവേണ്ടത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പറ്റണം. ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തിട്ട് വരാൻ. അപ്പം നമുക്ക് മടക്കുകയും കട്ട് ചെയ്തിട്ടും വരാം. ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഈ ഒരു ലവ് ഷേപ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. പോകുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹോള് വലുതാക്കണം. ഇനി ഈ വലിയ ഷീറ്റ് എടുക്കാം. വലിയ ഷീറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നടുമടക്കാം. ഞാൻ നടുമടക്കിയിട്ടുണ്ട്. അപ്പം നടുമടക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഈ ഗ്രീനിൻ്റെ നീളം കുറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള പേപ്പർ ആണെന്ന് വെച്ചാൽ അതേ നീളം തന്നെ എടുക്കാം. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് അത്ര കട്ടിയുള്ള പേപ്പർ അല്ല. സോ ഞാൻ അതുകൊണ്ട് നീളം കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഇതേമാതിരത്തെ പേപ്പർ ആണെങ്കിൽ നീളം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നെക്സ്റ്റ് വീക്കിൽ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് കാണാം.